ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിനവൃത്താന്തത്തിന്റെ പുസ്തകം, ദിനവൃത്താന്ത പുസ്തകം അതിശക്തമായി നമ്മളോട് പഠിപ്പിച്ചില്ലേ? 13-14 തിരുവചനം. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് സഭാമധ്യേ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവിനുമായ യഹസിയേലിന്റെ മേൽ വന്നു. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലേക്കും കടന്നു വരുന്നത് ആ വ്യക്തി അതിനുവേണ്ടി ത്യാഗമെടുത്ത് ഉപവാസമെടുത്ത് ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോഴാണ്. എല്ലാം തികഞ്ഞ് സുഖിച്ച് ടെലിവിഷനും കണ്ട് പോപ്കോണും കണ്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. മറിച്ച് നീ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? നിനക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ അനുഭവിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോഷാഫാത്തിനോട് കർത്താവ് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളൊന്ന് കേട്ടെ. ഇപ്പൊ നമ്മൾ ഇതേ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ യഹോഷാഫാത്താണ്. നമ്മൾ ശ്രദ്ധിച്ചൊന്ന് വായിച്ച 1-2 വചനങ്ങൾ കേട്ടോ. ഓരോരുത്തർക്ക് ശ്രദ്ധിക്കാവുന്നത് 15-ാം തിരുവചനം വായിച്ചേ. യഹസിയേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ, കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളല്ല പൊരുതുന്നതെന്ന്. ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ടി ആര് പൊരുതും? അപ്പന് വേണ്ടി ആര് പ്രവർത്തിക്കും? വീട്ടില് ദൈവം പ്രവർത്തിക്കും. അമ്മയ്ക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും? വീട്ടില് ദൈവം പ്രവർത്തിക്കും. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഈ ശത്രുക്കളുടെ മുമ്പിൽ നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് നമുക്ക് വേണ്ടി ദൈവം പൊരുതും. ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദാ ജെറുസലേം നിവാസികളെ അണിനിരന്ന് കേൾക്കു, കാത്തു നിൽക്കുവേൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. കണ്ടോ? നിങ്ങൾ കാണും. നിന്റെ കണ്ണുകൊണ്ട് ദൈവ പ്രവൃത്തി കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കണ്ണുകൊണ്ട്, അല്ലാതെ നീ മരിച്ചതിന് ശേഷം പിന്നീട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നിന്റെ കൺവെട്ടത്ത് ദൈവ പ്രവൃത്തി, ദൈവശക്തി നിന്റെ കുടുംബത്തിൽ നീ കാണും. എപ്പോൾ? ഉപവാസവും ത്യാഗവും എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നോമ്പ് കാലഘട്ടം അനുഗ്രഹപ്രദമാവുന്നത് നീ ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്ത് നിന്നോട് തന്നെ കർശനമായ ചില നിയന്ത്രണങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിന്റെ കൺവെട്ടത്ത് ചില ദൈവിക പ്രവർത്തികൾ അനുഭവിക്കാൻ തുടങ്ങും. അടുത്ത വചനം ഒന്ന് വായിച്ചേ. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട, നാളെ അവർക്കെതിരെ നീങ്ങുവിൻ. ആരുണ്ട് നിങ്ങളുടെ കൂടെ? കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഉയർത്തി പറ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ടെന്ന് കണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കണം, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എപ്പോഴാണ്? ഉപവാസവും പ്രാർത്ഥനയും എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കണം, ഞാൻ ഇങ്ങനെ ഉപവാസവും പ്രാർത്ഥന എടുക്കുന്നത് വെറുതെ തിരുസഭ പറഞ്ഞതുകൊണ്ടല്ല, ഒരു ചടങ്ങായിട്ടല്ല, നാട്ടുകാരെ കാണിക്കാനല്ല, പള്ളിയിലെ വികാരിച്ചൻ പറഞ്ഞിട്ടല്ല. വേറെ ചിലരുണ്ട് കിട്ടാത്തത് കൊണ്ടാണ്, അല്ലെ? വീട്ടിൽ അതൊക്കെ ഒന്നും ഇല്ലച്ചാ, പിന്നെ എങ്ങനെയാ കഴിക്കുന്നത്? കിട്ടാത്തത് കൊണ്ടാണ്. അങ്ങനെയല്ല, മറിച്ച് നമ്മുടെ മുമ്പിൽ വ്യക്തമായ ബോധ്യമുണ്ട്. എന്താണ് ആ ബോധ്യം എന്ന് പറയുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ ത്യാഗപ്രവൃത്തി എടുത്ത് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ശത്രുക്കളെ നിർമ്മാർജ്ജനം ചെയ്യാൻ ദൈവശക്തി വെളിപ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. വലതുകര ഉയർത്തി പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് കർത്താവ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് ഈ വലിയ മഹത്തായ സന്ദേശം നൽകിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭം മുതൽ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി ഇറങ്ങി വന്നു. ആമേൻ, പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. സമയം കിട്ടുമ്പോൾ വായിച്ച് ധ്യാനിക്കാൻ സാമുവേലിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 13-ാം തിരുവചനം. ഇതാ ദൈവം പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി ഇറങ്ങി വന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം തിരുവചനം എന്താ പറയണത്? ഈ പ്രപഞ്ചത്തിന്റെ ആരംഭത്തിൽ എന്താണ് സംഭവിച്ചത്? ദൈവത്തിന്റെ ആത്മാവ് ശൂന്യമായിരുന്ന, അന്ധകാരമായിരുന്ന, രൂപരഹിതമായവയ്ക്ക് മുകളിൽ ഇറങ്ങി വന്നു, അല്ലേ? മത്തായി സുവിശേഷം 3:16 യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു.
അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 3-4 തിരുവചനം. ആദിമ ക്രൈസ്തവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയാ. രണ്ട് കരങ്ങളും ഉയർത്തി പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ന്യായാധിപന്മാരുടെ പുസ്തകം ബുക്ക് ഓഫ് ജഡ്ജസ് 3-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, ഒത്നിയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ന്യായാധിപനാണ്. അദ്ദേഹത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 34-ാം തിരുവചനം, ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 34, ഗിദയോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16:6, സാംസന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. വീണ്ടും രാജാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ 1 സാമുവേൽ 10:6, സാവൂളിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. 1 സാമുവേൽ 16:13, ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. പ്രവാചകന്മാരെ കുറിച്ച് എസെക്കിയേൽ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, 2-ാം അധ്യായം 2-ാം തിരുവചനം, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ജീവിതത്തിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്ന, നോമ്പും ഉപവാസവും എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ ഇതാ ജലത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ ആത്മാവ്, കൃത്യം പദം ഹീബ്രു പദം റൂഹ എന്നാണ്. റൂഹ പറഞ്ഞേ, റൂഹ അല്ലെ, റൂഹ, റൂവാഹ് എന്ന് പറയുന്ന ഹീബ്രു പദം, റൂഹ എന്നൊക്കെ വിളിക്കത്തില്ലേ, റൂഹ, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് റൂഹ എലോഹിം എന്ന് പറഞ്ഞേ, റൂഹ എലോഹിം, റൂഹ എലോഹിം, റൂഹ എലോഹിം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവെന്നാണ് ആ വാക്കിന്റെ അർത്ഥം കേട്ടോ. എലോഹിം ദൈവത്തിന്റെ, റൂഹ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ നിശ്വാസം, ദൈവത്തിന്റെ ശക്തി എന്നാണ് അർത്ഥം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് റൂഹ എലോഹിം എന്ന് പറഞ്ഞേ, റൂഹ എലോഹിം, 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 റൂഹ എലോഹിം. ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഹോഷാഫാത്ത് എന്ന് പറയുന്ന രാജാവ് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആ രാജ്യത്തോട്ട് ഇറങ്ങി വന്ന് ആ രാജ്യത്തെ സംരക്ഷിച്ചതുപോലെ ഇതാ മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അമലേക്യരിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചതുപോലെ ദാനിയേൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൻ ജീവിതത്തിൽ ഉപവാസവും ത്യാഗപ്രവൃത്തികളും ഏറ്റു പ്രവർത്തിച്ചപ്പോൾ ദാനിയേലിന്റെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും ശുശ്രൂഷയിലേക്കും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നതുപോലെ ഈശോ ഗെത്സമീൻ തോട്ടത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ ശക്തി മാലാഖമാർ ഇറങ്ങി വന്നതുപോലെ ഈ ശുശ്രൂഷ സമയത്ത് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അനുഭവിക്കുന്ന അപ്രതീക്ഷിതമായ ഏത് സംഭവങ്ങളാണെങ്കിലും, ഏത് സങ്കടകരമായ കാര്യമാണെങ്കിലും, നീ ഇന്നും ഇതുപോലെ ത്യാഗമെടുത്ത് കരങ്ങൾ ഉയർത്തുമ്പോൾ നിനക്ക് കൈകൾക്ക് വേദനയുണ്ടെന്നേ, നീ നിന്റെ സുഖ സൗകര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കണം. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ എന്ത് ചെയ്യണമെന്നറിയോ? രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിക്കണം. അടുത്ത് നിൽക്കുന്നവർ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് നോക്കിക്കൊണ്ട് നിന്നാൽ നിനക്ക് ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ പറ്റില്ല. ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമേ അഭിഷേകം കാണാൻ പറ്റിയുള്ളൂ. കൂടെ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലായില്ല. കാരണം ആ വ്യക്തി ഏറ്റെടുത്തൊരു തീരുമാനമാണ്. നീ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നീ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ നീ വിശ്വസിക്കുക, നിന്റെ വീട്ടുമുറ്റത്ത് ദൈവത്തിന്റെ ദൂതൻ വന്ന് നിൽക്കും, നിന്റെ ശത്രുക്കളെ നിരമ്പലിശാക്കും. യഹോഷാഫാത്തിന് വേണ്ടി യുദ്ധത്തിനിറങ്ങിയ ദൈവം ഈ സമയം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ മക്കളെ കർത്താവ് കാത്തുകൊള്ളും, നിന്റെ ജീവിത പങ്കാളിയെ കർത്താവ് കാത്തുകൊള്ളും, നിന്റെ രോഗപീഠകൾ കർത്താവ് ഇടപെടും. ഓ റൂഹ എലോഹിം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, റൂഹ എലോഹിം, റൂഹ എലോഹിം, റൂഹ എലോഹിം, റൂഹ എലോഹിം, ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഒരു കാറ്റടിക്കട്ടെ. ജലത്തിന്റെ മുകളിൽ സഞ്ചരിച്ചിരുന്ന പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഒരു കാറ്റായി ശക്തി, മൈറ്റി പവർ, റൂഹ എലോഹിം, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു.
ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, കൈകളടിച്ച് മനുഷ്യർക്കുമേൽ ആവസിച്ചു. ആമേൻ. നിറയണമേ നിറയണമേ ആമേൻ. പരിശുദ്ധാത്മാവേ നിറയണമേ, പാടിക്കേ. നിറയണമേ ആമേൻ. നിറയണമേ ആമേൻ. പരിശുദ്ധാത്മാവേ വാ തുറന്ന് പാടണം. നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, Yes. മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ ആമേൻ. നിറയണമേ ഓ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ 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 പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ നിറയണമേ. എന്നിലും നിറയണമേ 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 പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ നിറയണമേ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് റൂഹായലോഹി 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 കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി യേശുവേ വിളിക്കട്ടെ 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 വിളിക്കട്ടെ. ഓ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി ഓരോ ദൈവ മക്കളിലേക്കും വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടട്ടെ. സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടട്ടെ. ആമേൻ. നന്നായിട്ട് കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ എല്ലാവരും, നന്നായിട്ട് കൈയടിച്ചേ. പോരാ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പഠിക്കേ. ദൈവത്തിന്റെ ശക്തി, ആമേൻ. പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ചേർന്ന് പഠിക്കേ. ദൈവത്തിന്റെ ശക്തി, ആമേൻ. പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പഠിക്കേ പഠിക്കേ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാപത്തിന്റെ കെട്ടുകൾ തകർന്നു വീഴുന്നു. ആമേൻ. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. സംഭവിക്കട്ടെ. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ഓ ദൈവമേ. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തകർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കുന്നു. വരണ്ടുപറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ ഓ ഒരു കുളിത്തന്നലായി എന്നതാരി നീ ഒരു ജീവൻ തരും റൂഹാ റുഹായേനി കാറ്റായി വാ, റുഹായേനി കാവായിവാ റുഹായേനി കാവായിവാ റുഹാ റുഹായേനി നിറവായിവാ റുഹാ വിളിച്ചേ. റുഹായേനി കാറ്റായി വാ, റുഹായേനി കാവായിവാ റുഹാ. റുഹായേനി കാവായിവാ ഓ ദൈവമേ. റുഹായേനി നിറവായിവാ രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയെ സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. ഓ ദൈവമേ, അത്ഭുത ശക്തി ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം, തീ കത്തുന്ന അഭിഷേകം, തീ കത്തുന്ന അഭിഷേകം, തീ കത്തുന്ന അഭിഷേകം. ഓ ദൈവം, എന്റെ സർവശക്തനായ ദൈവം എനിക്ക് ബലം നൽകുന്നു. വിശ്വസിക്കട്ടെ. പോരാ 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 പോരാ. ഓ കർത്താവേ, ആമേൻ ആമേൻ ആമേൻ. വിശ്വസിച്ച് 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 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് എല്ലാവരും കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. എന്റെ ദൈവം തീയാണ്, മഹത്വത്തിന്റെ തീയാണ്. ഈ ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടും. പോരാ, കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. യെസ്. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. പഠിക്കേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. പഠിക്കേ, പഠിച്ച് ആവർത്തിച്ച് പഠിക്കേ. എന്റെ ദൈവം തീയാണേ,
മഹത്വത്തിൻ തീയാണേ. സ്വരമുയർത്തി പാടാമോ? എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. സ്വരമുയർത്തി, സ്വരം പോരാ. എന്റെ ദൈവം തീയാണേ. ആമേൻ. മഹത്വത്തിൻ തീയാണേ. യെസ്. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ. അണയാനാവാത്ത തീയാണേ. അത്ഭുതകരമായ രോഗശാന്തികൾ ദൈവമക്കളിലേക്ക് അഭിഷേകമായിട്ട് മാറുന്നു. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിന്റെ തീയ മഹത്വത്തിൻ തീയാണേ. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടട്ടെ. മഹത്വത്തിന്റെ തീയാണ്, തീയാണേ. അണയാനാവാത്ത അണയാനാവാത്ത തീയാണ്, ആത്മാവിൻ തീയാണ്. ആമേൻ. അണയാനാവാത്ത തീയാണ്. മഹത്വത്തിൻ തീയാണേ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച ഒരൊറ്റ വിളി, എന്റെ ഈശോ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്ന ഒരു അഭിഷേകം. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളിലും വെളിപ്പെടട്ടെ, ഓരോ വ്യക്തിയിലും വെളിപ്പെടട്ടെ ദൈവത്തിന്റെ ആത്മാവ്. റൂഹാ എലോഹിം, റൂഹാ എലോഹിം, റൂഹാ എലോഹിം. ഓരോ വ്യക്തിയിലും വെളിപ്പെടട്ടെ, ഓരോ വ്യക്തിയിലും വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ, ഒരു പുത്തൻ അഭിഷേകമായിട്ട് വെളിപ്പെടട്ടെ. കെട്ടുകൾ അഴിക്കണമേ, രോഗശാന്തികൾ സംഭവിക്കണമേ, ഭാഷാവരത്തിന്റെ കൃപകൾ ലഭിക്കുന്നു. അനേകരുടെ നാവിൻ തമ്മിൽ കർത്താവ് കൃപകൾ നൽകുന്നു. അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ പ്രവർത്തിക്കുന്ന സമയം പാരമ്പര്യ രോഗങ്ങളും പീഡകളും കർത്താവ് അഴിച്ചു മാറ്റുന്നു. നിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ കർത്താവ് ഇടപെടുന്നു. നിന്റെ കർത്താവിത ബലപ്പെടുത്തുന്നു. ശക്തി സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് നിന്നിൽ ഇടപെടുന്നു. ഇതാ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കടുത്ത പനിയുള്ള ഒരു രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ശക്തി, അത്ഭുത ശക്തി അനേകരിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യഹോശാഫാത്ത് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചതുപോലെ, മോശ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചതുപോലെ, ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചതുപോലെ, യേശുവിന്റെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയിൽ സംഭവിച്ചതുപോലെ ദൈവജനത്തിലേക്ക് അഭിഷേകം. റൂഹാ എലോഹിം, റൂഹാ എലോഹിം, റൂഹാ എലോഹിം. ദൈവമേ സംഭവിക്കട്ടെ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി, അത്ഭുത ശക്തി ഓരോ വ്യക്തികളിലും എന്ന് നിറയുന്ന അഭിഷേകം വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ദൈവമേ, ഓരോരുത്തരിലും വന്ന് നിറയുന്നത് കർത്താവ് എന്നിലും നിറയട്ടെ. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഓൺലൈൻ പ്രാർത്ഥിക്കുന്ന അനേകരുടെ ശിരസിന് മുകളിൽ ശക്തമായ പ്രകാശം വെളിപ്പെടുന്നു. അത് ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നിന്നെ ബലപ്പെടുത്തുന്നു. യെസ്, യെസ്, പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ഞങ്ങൾ ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളിൽ ഇത് സംഭവിക്കട്ടെ, ഞങ്ങളിൽ ഇത് സംഭവിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ അതിശക്തമായിട്ട് വെളിപ്പെടട്ടെ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് അല്പ ശിരസ് താഴ്ത്തി പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനം കടന്നു പോകുന്ന അവസ്ഥകൾക്ക് മുകളിൽ ദൈവമേ അങ്ങയുടെ ആത്മാവ് പറന്നിറങ്ങട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ പറന്നിറങ്ങും. വിശ്വസിക്കൂ. എന്തു ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെടുന്ന സഹോദരി, കർത്താവ് സഹോദരിയുടെ മുമ്പിൽ ഒരു വഴി തുറക്കും. വിശ്വസിക്കൂ. നിന്റെ മേൽ ഇടപെടും. യഹോശാഫാത്ത് ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗവും എടുത്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആ ദേശത്തെ രക്ഷിക്കാൻ ഇറങ്ങി വന്നതുപോലെ നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നു. ഓരോരുത്തരും ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. എന്നതിൽ സംഭവിക്കട്ടെ. ആമേൻ. എന്റെ കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. എന്റെ രോഗപീഠകൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. എന്റെ മക്കളെ കുറിച്ചുള്ള ദുഃഖത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. എന്റെ ജോലി ഭാരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഓർത്തോർത്തുള്ള ദുഃഖത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. എന്റെ ബന്ധങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഇന്നലകളുടെ കയ്പ് നിറഞ്ഞ ഓർമ്മകളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. വ്യക്തി ബന്ധങ്ങളിലെ തകർച്ചകളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളെ നേരിടുന്ന
നേരിടാൻ പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. അയൽപക്ക ബന്ധങ്ങളിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. യാത്രകളിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. വാഹനങ്ങളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. ദീർഘദൂര യാത്രയിലായിരിക്കുന്ന ഒരു പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. നിന്റെ ഇന്റർവ്യൂവിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. മക്കളുടെ പരീക്ഷയിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. പഠന സമയങ്ങൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. വീട്ടിലെ ഓരോ മുക്കിലും മൂലയിലും പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. ജീവിത കൂട്ടുകെട്ടിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. ഉണങ്ങി വരേണ്ട അവസ്ഥയെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. നിരാശ നിറഞ്ഞ ചിന്തകളിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. എല്ലാം തെറ്റിപ്പോയെന്ന് ചിന്തിക്കുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന സഹോദര സഹോദരി, നിന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചത് ഏറ്റെടുക്കുക. കർത്താവിന്റെ കൃപ സ്വീകരിക്കുക. ആമേൻ, 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 ആമേൻ.